ഓക്കെ. അപ്പോൾ സെർച്ച് ടീംസ്, അതായത് ഇവിടെ കാട്ടിൽ ആൾക്കാർ പോകുന്നതും മിസ്സിംഗ് ആവുന്നതും മരണപ്പെടുന്നതൊന്നും പുതിയൊരു കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് സെർച്ച് ടീംസ് അവിടെ ഉണ്ട്, അതോറിറ്റീസ് ഉണ്ട്. അവർ ഈ ആളുകളുടെ പുറകെ പോകാറും തപ്പാറും ഒക്കെ ഉണ്ട്. റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ സെർച്ച് ടീംസ് പറയുന്നത് മരങ്ങളിൽ കെട്ടിയിരിക്കുന്ന കയറുകൾ, പൊടിയിൽ മറഞ്ഞിരിക്കുന്ന ഷൂസ്, പകുതി എഴുതി അവസാനിപ്പിച്ച മരണക്കുറിപ്പുകൾ, ചിലപ്പോൾ ഒരു ശരീരം കണ്ടാൽ, അതായത് ഒരു മൃതശരീരം കണ്ടാൽ അവിടെ അടുത്ത് മറ്റൊന്നുണ്ടാകുമോ എന്നുള്ളൊരു പേടി പോലും ആൾക്കാർക്കുണ്ട്. കാരണം ഒന്നിലധികം ബോഡികൾ അവിടെ ഉണ്ടാകും. ഒരു ബോഡിയൊന്നും അല്ല, ഒരുപാട് പേര് അവിടെ പോയി മരണപ്പെടാറുണ്ട്. എല്ലാവരും കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത്രയും ഡെൻസ് ആയിട്ടുള്ള തിക്കായിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആണ് ഈ ഒരു കാട് എന്ന് പറയുന്നത്. ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചില മൃതദേഹങ്ങൾ മാസങ്ങളോളം ആരും കണ്ടെത്താതെ അവിടെ തന്നെ ഉണ്ടാവും. ഭയാനകമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കാട് ശബ്ദങ്ങളെ വളരെ നന്നായിട്ട് ഒളിപ്പിക്കും. അതിനുള്ള ഒരു കഴിവ് ഈ കാടിനുണ്ട്. നമ്മളൊന്ന് അലറി കരഞ്ഞാൽ പോലും ആരും കേൾക്കാൻ ആ രീതിയിൽ, ആരും കേൾക്കാത്ത രീതിയിൽ തന്നെ ഈ കാട് ആ ശബ്ദത്തെ ഉള്ളിൽ അടക്കി പിടിക്കും. അങ്ങനെയുള്ളൊരു കാടാണ് അകിയോഹാര ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ ഒരു സൈക്കോളജിക്കൽ ഹൊറർ എന്ന രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു കാട്ടിനുള്ളിൽ പലരും പറയുന്ന കുറച്ച് അനുഭവങ്ങളുണ്ട്. ആരോ എന്നെ വിളിക്കുന്ന പോലെ തോന്നി, പിന്നിൽ നിന്ന് ആരോ വിളിക്കുന്ന പോലെ തോന്നുന്നു, പിറകിൽ നിന്ന് കാൽവയ്പിന്റെ സൗണ്ട് അല്ലെങ്കിൽ കാലൊച്ചകൾ കേൾക്കുന്നു, ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ഭീതി അല്ലെങ്കിൽ പ്രതീതി തോന്നുന്നു, ആരോ കൂടെയുണ്ട്, ആരോ പുറകിലുണ്ട് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നു എന്നൊക്കെയാണ് ആൾക്കാർ, റെസ്ക്യൂ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ സർവൈവ് ചെയ്ത ആളുകൾ പറയപ്പെടുന്നത്. ഇവ യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ മനസ്സിന്റെ വെറും തോന്നൽ മാത്രമാണോ? അറിയില്ല. വേണ്ട എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടാകുന്നുണ്ട്. അതായത് നമ്മുടെ മനസ്സ് തന്നെ പറയുകയാണ് നീ തിരിച്ചു പോവണ്ട എന്ന് മനസ്സ് പോലും പറയുന്ന ഒരു രീതി അവിടെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ നമ്മൾ വേണമെന്ന് വെച്ചാൽ പോലും ആ കാട്ടിനുള്ളിൽ നിന്ന് തിരിച്ചിറങ്ങുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെ സെർച്ച് ടീംസ് പോലും പോലും ഒറ്റയ്ക്ക് ആ കാട്ടിലേക്ക് കയറാറില്ല. ഒരാളുടെ തുണയോടുകൂടി മാത്രമേ ആ കാട്ടിലേക്ക് കയറുകയുള്ളൂ. കാരണം എൻ്റെ മനസ്സ് മാറിയാൽ പോലും കൂടെയുള്ള ഒരു വ്യക്തിക്ക് എന്നെ സേഫായിട്ട് പുറത്തേക്ക് എത്തിക്കാൻ കഴിയണം. ആ രീതിയിലാണ് അവിടുത്തെ ഒരു സിസ്റ്റം. ആ കാട്ടിലേക്ക് കയറുന്ന കവാടത്തിന് മുന്നിലായിട്ട് തന്നെ ഒരു സൈൻ ബോർഡുണ്ട്, ഒരു വാർണിംഗ് ബോർഡുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ജീവിതം അത് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ചിന്തിക്കുക. ഈ കാട്ടിലേക്ക് കയറുന്ന ഏതൊരു വ്യക്തിയും ഈ വാർണിംഗ് ബോർഡ്, ഈ സൈൻ കണ്ടതിന് ശേഷമായിരിക്കും അകത്തേക്ക് കയറുന്നത് തന്നെ. പക്ഷെ ആ ബോർഡ് കടന്നാൽ പിന്നെ മനസ്സിൽ ഇരുട്ടാണ്. ഇന്നും ഔകിഗോവറ ഫോറസ്റ്റ് അവിടെ തന്നെയുണ്ട്, നിശബ്ദമായി, ഒരുപാട് പച്ചപ്പോടെ. എന്നാൽ ആയിരക്കണക്കിന് മനുഷ്യരുടെ അവസാന ഓർമ്മകളും വേദനകളും വികാര വിചാരങ്ങളും അടക്കം ചെയ്യപ്പെട്ട ആ മണ്ണ് ഇന്നും അതേപോലെ അവിടെ തന്നെയുണ്ട്. ചില സ്ഥലങ്ങൾ അങ്ങനെയാണ്, വളരെ ദുരൂഹമാണ്, ഭൂമിയിലെ നരകങ്ങളാണ്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറമാണ്.